ഓണാഘോഷത്തോടൊപ്പം ഒരു സൈക്കിൾ റൈഡ് ആയാലോ? എങ്കിലിതാ ബ്രാൻഡഡ് സൈക്കിളുകളുടെ വലിയ ഷോറൂം ഒരുക്കിക്കൊണ്ട് മേപ്പാടം കൽത്തൊട്ടിയിൽ അൽ ഫാരീസ് സൈക്കിൾ മാർട്ട് 15 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ തിളക്കവുമായി നവീകരിച്ച പുതിയ ഷോറൂം അൽ ഫാരീസ് സൈക്കിൾ മാർട്ട്, പിള്ളിക്കട ബിൽഡിംഗ്, കൽത്തൊട്ടി, മേപ്പാടം. സുജിത്തിനെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ ഉദ്യോഗസ്ഥരെ പഞ്ചായത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം അവതരിപ്പിച്ചു. പൊതുപ്രവർത്തകനായ സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലെ പ്രതിയായ ഉദ്യോഗസ്ഥനെ പഞ്ചായത്തിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതി പ്രമേയം പാസാക്കി. നിലവിൽ ഗ്രാമപഞ്ചായത്തിലെ വിഇഒ ആയ CP ഷുഹൈർ അബ്ദുറഹ്മാനെതിരെയാണ് പഞ്ചായത്ത് പ്രമേയം അവതരിപ്പിച്ചത്. പോലീസ് ഇൻസ്പെക്ടർ നൂഹ്മാൻ അടക്കമുള്ളവർ സുജിത്തിനെ പോലീസ് ജീപ്പിലും പിന്നീട് ലോക്കപ്പിലും വെച്ച് മർദ്ദിച്ചെന്ന് CCTV ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഈ സംഭവത്തിൽ പങ്കാളിയായ ഉദ്യോഗസ്ഥൻ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകേണ്ട തസ്തികയിൽ തുടരുന്നത് ശരിയല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ പറഞ്ഞു. ഇന്ന് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന പോലീസ് അതിക്രമങ്ങളെ സംബന്ധിച്ച് യാതൊരു നടപടിയും എടുക്കാത്ത സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കുന്നംകുളത്ത് പാവപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റും അവിടുത്തെ പൂജാരിയുമായിട്ടുള്ള സജിത്തിനെ ആക്രമിച്ച പോലീസുകാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ രാജ്യവ്യാപകമായി നടക്കുകയാണ്. അന്ന് കുന്നംകുളത്തെ ഈ അതിക്രമത്തിൽ പങ്കാളിയായിട്ടുള്ള ഡ്രൈവർ സുഹൈർ എന്ന് പറയുന്ന ആള് ഇപ്പോൾ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വിഇഒ ആയിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ നടത്തിയിട്ടുള്ള പോലീസിന്റെ ഡ്രൈവറായിരുന്ന സുഹൈറിന്റെ എതിരെ സമഗ്രവും നീതിപൂർവമായ അന്വേഷണം നടത്തി സർക്കാർ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് ഇന്ന് ഞാൻ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തെ ആളുകളുടെ വിയോജനത്തെ കുറിപ്പിന് മറികടന്നുകൊണ്ട് ഭരണസമിതി ഈ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഇത്തരം വ്യക്തികൾ സർവീസിൽ തുടരുന്നത് പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സമാകുമെന്നും പ്രമേയത്തിൽ പറയുന്നു. ഷുഹൈറിനെതിരെ സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തി സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. അതേസമയം പ്രമേയത്തിനെതിരെ LDFലെ 8 അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സേവന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട വിഇഒമാരെ ഇത്രയും ക്രൂരമായ ക്രിമിനൽ മനസ്ഥിതിയുള്ള ഒരു ആളെ ഉപയോഗിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു പ്രമേയം അവതരിപ്പിച്ചതുകൊണ്ട് പ്രമേയം സർക്കാരിന് നൽകിയതുകൊണ്ടും മാത്രമായി നടപടികൾ ഉണ്ടാകും ഈ സർക്കാരിന്റെ കാലത്ത് എന്ന വിശ്വാസമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ സമീപത്തുള്ള മറ്റ് പഞ്ചായത്തുകളിലും ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള 6 പഞ്ചായത്തുകളിലും ഇതുപോലെയുള്ള പ്രമേയങ്ങൾ പാസാക്കുന്നതിന് വേണ്ടി ഭരണസമിതികൾ തയ്യാറെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഷുഹൈർ ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആദ്യമായി ഈ വിഇഒനെ പേരിൽ നടപടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നതിനാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ പ്രമേയവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനടി ഉണ്ടാകണമെന്നും കുറ്റവാളിയും കൊടും ക്രൂരനും ആയിട്ടുള്ള ഈ ക്രിമിനൽ സുഹൈറിന്റെ പേരിൽ നടപടിയെടുത്തുകൊണ്ട് സർവീസിൽ നിന്ന് ഉടനെ പിരിച്ചുവിട്ട് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാതൃക കാണിക്കണമെന്നും ഒരിക്കൽ കൂടി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. CCV ന്യൂസ്, പഴയന്നൂർ.